അങ്ങനെ ഗുണ്ടകൾ എത്തിയിരിക്കുകയാണ് കൃഷിൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്തേക്ക്. അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ കൃഷും കൂട്ടരും പ്രതീക്ഷിച്ചതല്ല. അമ്പലത്തിൽ വെച്ച് അവർ അവിടുത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കൃഷിനെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഗുണ്ടകളുടെ കടന്നുവരവ് ഉണ്ടാകുന്നത്. ഇതൊന്നും അറിയാതെ കൃഷിൻ്റെ അമ്മയും പരിഹാരകർമ്മങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ പേരിൽ ഇനി ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുന്നു. അപ്പോഴാണ് കൃഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം ഉണ്ടാകുന്നത്. ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ. ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. കൃഷിനെയും കൂട്ടരെയും രക്ഷിക്കുന്നതിനായി അപകടം മനസ്സിലാക്കുന്ന സുജ മുന്നിലേക്ക് വരികയാണ്. സുജ ഇതോടെ പ്രശ്നത്തിൽ ഇടപെടുകയും കൃഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്ന് എത്തുകയും ചെയ്തതോടെ വലിയൊരു അപകടത്തിൽ നിന്ന് കൃഷ് രക്ഷപ്പെടുകയാണ്. ഇതോടെ കൃഷാകെ ഞെട്ടി നിൽക്കുകയാണ്. സുജയുടെ സ്നേഹം തിരിച്ചറിയുകയാണ് ഇപ്പോൾ കൃഷ്. പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം. അതെ കൃഷേ, ഞാനും വിചാരിച്ചു എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന്. പെട്ടെന്നുണ്ടായൊരു ആക്സിഡൻ്റ് ആകാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എനിക്കും അതുതന്നെയാണ് തോന്നുന്നത്. കൃപ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കുക അത് അത്ര ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ നമ്മളെ തേടിക്കൊണ്ട് വന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. ഇത് മാനസയുടെയും കൂട്ടരുടെയും പ്ലാൻ തന്നെയാണോ? അതാണ് എനിക്കിപ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന സംശയം. ഉറപ്പിക്കാൻ പറ്റില്ല. തെളിവുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ വെറും ആശയക്കുഴപ്പത്തിൽ മാത്രമാണ് വന്നു നിൽക്കുന്നത്. കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. പറഞ്ഞത് ശരിയൊക്കെ തന്നെയാ. പക്ഷേ ഇതുപോലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ മാനസയല്ലാതെ മറ്റാര് ഉണ്ടാകാനാ? കൃഷേ, നീ എന്തായാലും ഇതേപ്പറ്റി അന്വേഷിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ ഇനി പുറകിലേക്ക് പോകാനും പാടില്ല. ഞാൻ അന്വേഷിക്കും മച്ചാ, ആ കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരായാലും ഞാൻ വെറുതെ വിടുകയില്ല. ഇതോടെ അവർ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതേ സമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് ബലരാമനും കൂട്ടരും. ഉടൻ തന്നെ ബലരാമൻ കുതിച്ചെത്തിയിരിക്കുകയാണ് അമ്മയെ കാണുന്നതിന് വേണ്ടി. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാഗർ, ഹേയ്, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലടാ. പക്ഷേ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമായതുകൊണ്ട് ചെറിയ ഒരു ഭയം, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടായത്. ആരോ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്, അത് ഉറപ്പ് തന്നെയാ. ഇതിന് പിന്നിലെ കാര്യം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഇത് കൃഷിനെ എതിർക്കുന്ന ആരൊക്കെ തന്നെയാണ്. അതാണ് എന്തിനാണ് നിങ്ങൾ വെറുതെ കൃഷിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ്റെ കാര്യത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് ഇടപെടേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വെറുതെ അമ്മയെ കൂടി അപകടത്തിലാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ
ഇടപെടണ്ട. കൃഷിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ കാര്യം എനിക്ക് ഉറപ്പുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോഴുണ്ടായ അപകടത്തെ പറ്റിയാണ് എങ്കിൽ അത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ്. അല്ലാതെ കൃഷിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കൃഷിന് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നീ വെറുതെ അവനെ കുറ്റപ്പെടുത്തേണ്ട, അതിന് നിൽക്കുകയും വേണ്ട. അതാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത്. ഇത് കേട്ടതോടെ ബലരാമനാകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിലയുമില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം നോക്ക്. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ? ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും എന്നെ അകറ്റി നിർത്തുകയാണ് നിങ്ങൾ ചെയ്യുക. എന്താ ബലരാമ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൃഷി നിന്റെ സഹോദരനല്ലേ? അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ? എൻ്റെ സഹോദരനാണെന്ന് ഞാൻ അവനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞ് എന്നെ സോപ്പിടാൻ നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൃഷിനെ ഞാനൊരിക്കലും എൻ്റെ സഹോദരനായി അംഗീകരിക്കാൻ പോകുന്നില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇതോടെ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ് സാഗറും കൂട്ടരും. ഇവനോട് എന്തു പറഞ്ഞിട്ടും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നതാവും നല്ലത്. പക്ഷേ ബലരാമനാകട്ടെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകും. അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം കൺമണി കൃഷിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഇതോടെ കൃഷ് ഞാൻ കാരണമാണ് അമ്മയ്ക്ക് കൂടി ബുദ്ധിമുട്ട് ഉണ്ടായത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയ്യോ കൃഷ് സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ കൃഷ് സാറിൻ്റെ കൂടെ. അതുകൊണ്ട് കൃഷ് സാർ ഒരു വിധത്തിലും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് കൃഷ് സാറിന് ഞാൻ നൽകുന്ന ഉറപ്പാണ്. കൃഷ് സാറ് പേടിക്കാതിരിക്കെ, കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു പരിഹാരമുണ്ടാക്കാം. അത് ഞാൻ കൂടെ നിന്നുകൊണ്ട്. കൺമണി, ആരൊക്കെയോ ഇവിടെ ചതിക്കുന്നതിനായുള്ള പ്ലാനുമായിട്ടാണ് നടക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്കറിയാം, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ മറികടന്ന് പോവുക തന്നെ ചെയ്യും. സാർ ധൈര്യമായിരിക്കണം. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല സാർ. അത് ഉറപ്പ് തന്നെയാണ്. അല്ല, ഓഫീസിലെന്തോ പ്രശ്നമുണ്ടായെന്ന് കേട്ടല്ലോ. പ്രശ്നമുണ്ടായതല്ല സാർ, ഞാൻ വരച്ച ഡിസൈൻ ബലരാമന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അതിന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ ഡിസൈൻ കീറിക്കളഞ്ഞാണോ ആ തെറ്റ് പറയുന്നത്? ഇത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാറിപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ ഡിസൈൻ നന്നായില്ല എങ്കിൽ അതിനേക്കാൾ മികച്ചൊരു ഡിസൈൻ അത് ഞാൻ തയ്യാറാക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പിറകിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എൻ്റെ ഉറപ്പാണ്. കൺമണി, ബലരാമൻ പകപോക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല സാർ, ബലരാമൻ സാർ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ വരച്ച ഡിസൈൻ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ ഞാൻ തയ്യാറാക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കൃഷ് സാറേ, അങ്ങനെ തോറ്റുകൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എനിക്ക്? അവിടേക്ക് വരുന്ന കൺമണി, ഇല്ല കൺമണി, അവിടേക്ക് വരുന്ന ദേവ്ജി, കൺമണിയെ
നീ തോറ്റുകൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിലും മികച്ച ഡിസൈനുകൾ തയ്യാറാക്കാൻ നിനക്ക് സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിനക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ ബലരാമൻ അവിടെ വെച്ച് കാണിച്ചത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഞാനും യോജിക്കുന്നു. ഒരു എംപ്ലോയിയോട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ ദേവ്ജി, അത് എത്ര വലിയ എംപ്ലോയി ആയാലും ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസൈൻ പോരാ എന്ന് പറയുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വരച്ച ഡിസൈൻ വലിച്ചു കയറി എറിഞ്ഞു കളയുക എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യമല്ലേ ദേവ്ജി? അതെ, അതിൽ ഞാനും യോജിക്കുന്നുണ്ട്. ബലരാമൻ അങ്ങനെ ചെയ്തത് എന്നെയും ഞെട്ടിച്ചു കളഞ്ഞു. അതുതന്നെയാണ് സത്യം. ഒരുപക്ഷെ ബലരാമൻ സാർ എന്നിൽ നിന്ന് വളരെ അധികം എക്സ്പെക്റ്റേഷൻ വെച്ചിരിക്കാം. അതിനും സാധ്യതയില്ലേ സാർ? അതിന് സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെയില്ലേ? നീയും ഒരു മനുഷ്യൻ തന്നെയല്ലേ? നിൻ്റെ ഡിസൈനും അത്ര പെർഫെക്റ്റ് ആകണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യൻ ചെയ്യുക? അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും കൺമണി? എനിക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ചെയ്തത് വളരെ തെറ്റായ കാര്യം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. എനിക്കതിന് സാധിക്കുകയില്ല എന്നതാണ് സത്യം. ഇത് കേട്ടതോടെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എനിക്കും വളരെയധികം സംശയം ഈ കാര്യത്തിലുണ്ട്. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും അതിനുവേണ്ടി ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതുമെല്ലാം. പക്ഷേ നമ്മൾ ബലരാമൻ്റെ പ്ലാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. അത് ഉറപ്പ് തന്നെയാണ്. ഇതോടെ കൃഷിനെ ആശ്വസിപ്പിക്കുന്ന കൺമണി തിരികെ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് കൺമണി എത്തിയതിനെ തുടർന്ന് കൺമണിയെ കാണുന്നതിന് മാനസ വരികയാണ്. ഇവിടുത്തെ ചീഫ് ഡിസൈനർ ഒരു കിടിലൻ ഡിസൈൻ ഉണ്ടാക്കി എന്ന് കേട്ടല്ലോ. ബലരാമൻ്റെ മുന്നിലേക്ക് ആ ഡിസൈനുമായി ചെന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു എന്നും. അല്ല, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അറിയാൻ ഞങ്ങൾക്കും ഒരു ആകാംക്ഷയുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കേൾക്കുന്ന കൺമണിക്ക് ദേഷ്യം വരുന്നുവെങ്കിലും കൺമണി സംഭവിച്ചത് എന്താണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എന്താ, എൻ്റെ ഡിസൈൻ ബലരാമൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തു, വലിച്ചു കീറി എറിഞ്ഞു കളഞ്ഞു. ഒരു പ്രൊഫഷണലിസവും ഇല്ലാത്ത ഇത്രയും മോശം ഡിസൈൻ. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നീ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസൈനറാണ് എന്ന്. ആ ഒരു അഹങ്കാരമാണ് ഇപ്പോൾ മാറിയത്. കൺമണി, നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമായിരിക്കുകയില്ല. മാനസ മാഡം, ഞാൻ കാര്യങ്ങൾ വളരെ എളുപ്പമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ ഡിസിഷൻസ് ഉണ്ട്. ബലരാമൻ സാറിന് ആ ഡിസൈൻ ഇഷ്ടമായില്ല എങ്കിൽ പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയിയാണ്. അതുകൊണ്ട് കമ്പനിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതിനാണ് കമ്പനി എനിക്ക് പൈസ നൽകുന്നത്, അല്ലാതെ ഒന്നിനുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തേ മതിയാകൂ എന്ന്. ഞാൻ അതിനു വേണ്ടി പണിയെടുക്കാനും തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കും. മാനസ മാഡം പേടിക്കണ്ട, എൻ്റെ തോൽവി
ഞാൻ അംഗീകരിക്കുന്നു. ഇത് കേട്ടതോടെ മാനസ അവിടെ നിന്ന് മടങ്ങുകയാണ്. ബലരാമനെ ചെന്ന് കാണുകയും ചെയ്യുന്ന മാനസ ബലരാമൻ ചെയ്തത് അടിപൊളിയായി. അവളുടെ അഹങ്കാരമാണ് ഒന്ന് തീർത്തു കൊടുത്തത്. മാനസ എന്താ ഉദ്ദേശിച്ചേ? അല്ല, ആ ഡിസൈൻ വലിച്ചു കയറി എറിഞ്ഞതേ അവൾക്ക് കഴിവില്ല എന്ന് അങ്ങ് തെളിയിച്ചു കൊടുത്തല്ലോ. മാനസ, ആ വരച്ച ഡിസൈൻ പോരാ. നമ്മുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ ആ ഡിസൈനിനേക്കാൾ നല്ല ഡിസൈനുമായി പുതിയ കമ്പനികളെത്തും. അതോടെ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ അത് വളരെ മോശമായ ഒരു ഡിസൈൻ ആയതുകൊണ്ടല്ല. അത് പിന്നെ ഞാൻ അങ്ങനെ അല്ല പൂർണ്ണമായി ഉദ്ദേശിച്ചത് എന്നതാണ് സത്യം. അവൾ വരച്ച ഡിസൈൻ പോരാ എന്ന് എനിക്ക് പണ്ടേ തോന്നുമായിരുന്നു. അതെ, അത് ശരിയാ. അവൾ വരച്ച ഡിസൈൻ ഇപ്രാവശ്യം വളരെ മോശമായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവളെ പുഷ് ചെയ്താൽ മാത്രമാണ് അവളിൽ നിന്ന് ഇതിലും മികച്ച ഡിസൈൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൾക്ക് അതിനുള്ള ടാലൻ്റൊക്കെ ഉണ്ട്. കൺമണിയെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. മാക്സിമം പുഷ് ചെയ്താൽ അവളിൽ നിന്ന് നല്ല നല്ല റിസൾട്ടുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടും. അവളേക്കാൾ നന്നായി ഡിസൈൻ ചെയ്യുന്ന വ്യക്തികൾ വേറെയില്ല എന്നത് തന്നെയാണ് സത്യം. പക്ഷേ നമ്മളൊരു കമ്പനി കൊണ്ടുപോകുമ്പോൾ അവളെ മാക്സിമം പുഷ് ചെയ്ത് അവളിൽ നിന്ന് ഏറ്റവും മികച്ച ഡിസൈൻ കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ അവളോട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നവുമില്ല. ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്യാനൊന്നുമല്ല അങ്ങനെ ചെയ്തത്. ഇത് കേൾക്കുന്ന മാനസയ്ക്ക് ദേഷ്യം വരികയാണ്. ഇവനെ കൊണ്ട് ഒരു ശല്യമായല്ലോ. എന്തു പറഞ്ഞാലും കൺമണി കൺമണി കൺമണി. ഇതോടെ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന മാനസ തൻ്റെ ചമ്മൽ ഒഴിവാക്കുകയാണ്. ബലരാമനെ ഇതേ തുടർന്ന് കൺമണി ചെന്ന് കാണുകയാണ് പുതിയൊരു ഡിസൈനുമായി. സാർ, ഈ ഡിസൈൻ ഒന്ന് നോക്കണം. ഇതോടെ ബലരാമൻ വീണ്ടും കൺമണി വരച്ച ഡിസൈൻ നോക്കാൻ തയ്യാറാവുകയാണ്. ഇതോടെ ബലരാമന് പുതിയ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണ്. ഇത് കൊള്ളാം കൺമണി, വളരെ ഗംഭീരമായ ഡിസൈൻ തന്നെ. താങ്ക് യു സാർ. കൺമണി, ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യമായിട്ടാണ്. അതിൽ വളരെയധികം ഫ്ലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കൺമണി വരച്ച ഡിസൈൻ, അതിന് ആൻസർ ഇല്ല എനിക്ക്. അത്രയും കിടിലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കൺമണി, കീപ് ഇറ്റ് അപ്പ്. ഇത് കേട്ടതോടെ കൺമണി ക്യാബിനിൽ നിന്ന് വരികയാണ്. ദേവ്ജിയെയും മഹിയെയും ചെന്ന് കാണുന്ന കൺമണി, ഈ ഡിസൈൻ സാറിന് ഇഷ്ടപ്പെട്ടു. ഓ, ഞങ്ങൾ വിചാരിച്ചു പഴയതുപോലെ വീണ്ടും ഇൻസൾട്ട് ചെയ്ത് വിടും എന്ന്. ഞാനും അങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നും മനഃപൂർവ്വം ഒരു പക്ഷേ ഇൻസൾട്ട് ചെയ്യുമെന്നും. പക്ഷേ അങ്ങനെയല്ല. ബലരാമൻ സാറും പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്കൊരു തലവേദന ഇല്ലല്ലോ. അങ്ങനെ ആലോചിച്ച് ആശ്വസിക്കാം, അല്ലേ കൺമണി? അതെ, സത്യമായിട്ടും കാര്യങ്ങൾ ഇനി ഞാൻ പുതിയ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കരുതുന്നത്. ദേവ്ജി, നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ഇനി ഉയർത്തും. ഇത് കേൾക്കുന്ന മഹിപാൽ, ആ മാനസ എവിടെ? അവളുടെ മുന്നിൽ കൺമണി ഒന്ന് ഷൈൻ ചെയ്തിട്ട് വാ കൺമണി. ഇത്രയും നേരം അവളായിരുന്നല്ലോ നമ്മുടെ മുന്നിൽ ഷൈൻ ചെയ്തത്. അതുകൊണ്ട് അവൾക്കും ഒരു തിരിച്ചടി അത് കൺമണി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലേ ദേവ്ജി?
അത് അവൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. കൺമണി, നീ ധൈര്യമായിട്ടൊന്ന് പോയിട്ട് വാ. ഹേയ് വേണ്ട ദേവ്ജി, ഇതെൻ്റെ ജോലിയാണ്. ആ ജോലിയിൽ എനിക്ക് നീതി പുലർത്തണം. വാങ്ങുന്ന പൈസയ്ക്കുള്ളത് അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമല്ല എന്ന് പറഞ്ഞതോടെ കൺമണിയോടുള്ള റെസ്പെക്റ്റ് ദേവ്ജിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.